കേരളത്തിലെ പോലീസിന്റെയും കോടതിയുടെ എഫക്റ്റീവ്നെസ് ആണ്. ഗുജറാത്തിൽ 1800 പേരെ ഗുജറാത്ത് കലാപത്തിൽ കൊന്നു. 1500 മുസ്ലിം ചത്തു, 300ഓളം ഹിന്ദുക്കളും ചത്തു. ആകെ ശിക്ഷിച്ചെത്രയെന്ന് അറിയാമോ? 28 പേരെ. 200ഓളം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ബലാത്സംഗം ശിക്ഷിച്ചത് 2 സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത കേസിൽ. ബാക്കിയുള്ള കുറ്റവാളികളെ മാർച്ച് പോവാ വീട്ടിലെ ഇന്ദിരാഗാന്ധിയെ കൊന്നു. കേരളത്തിൽ ഇന്ത്യയിലെ 4200 സിഖുകാരെയും സ്ത്രീകളെയും തീ വെച്ച് കൊന്നു. ശിക്ഷിക്കപ്പെടാനെന്ന് അറിയാമോ? ഒരു കോൺഗ്രസ് നേതാവിന്, ഒറ്റ കോൺഗ്രസ് നേതാവിന്. പിന്നെ ഒരു 42-44 പേർക്ക് ശിക്ഷ കിട്ടി. ബാക്കി 4000 പേരെ കൊന്നവൻ സുഖമായിട്ട് വീട്ടിൽ പോയി ജീവിക്കുകയാണ്. കേരളത്തിൽ എന്തുണ്ടെന്ന് പറയുമ്പോൾ കേരളത്തിൽ 2002 ശേഷം ഇന്ത്യയിലെ നമ്പർ 1 പോലീസാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ മുഴുവൻ 26% പേർ കൺവിക്ഷൻ ആകുമ്പോൾ കേരളത്തിൽ 74% കൺവിക്ഷൻ റേറ്റ്. അത് പോലീസിന്റെ എഫക്റ്റീവ്നെസ് ആണ്. പോലീസ് കഴിഞ്ഞ 24 വർഷമായിട്ട് കേരള പോലീസാണ് ഇന്ത്യയിലെ നമ്പർ 1 പോലീസ്. IB റേറ്റിംഗിൽ ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ റേറ്റിംഗിൽ പത്രങ്ങൾ 32 പത്രങ്ങൾ ചെയ്തിട്ട് പോലീസിന്റെ റേറ്റ് ചെയ്യും. അതിൽ 2002 ശേഷം 2025 വരെ കണ്ടിന്യൂസ് ആയിട്ട് 23 വർഷം കേരള പോലീസാണ് ഇന്ത്യയിലെ നമ്പർ 1 പോലീസ്. പിന്നെ കൺവിക്ഷൻ റേറ്റിൽ കേരളത്തിലെ ജഡ്ജിമാരാണ് ഏറ്റവും ബെസ്റ്റ് കൺവിക്ഷൻ റേറ്റ്. കഴിവുണ്ടെങ്കിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ശിക്ഷിച്ചിരിക്കും. ഇന്ത്യയിലെ മറ്റേ സംസ്ഥാനമൊന്നുമല്ല, എന്തെങ്കിലും വകുപ്പ് പ്രതി അങ്ങ് തുറന്നുവിടും. അപ്പോൾ അങ്ങനെ ഒരു ബെസ്റ്റ് പോലീസും ബെസ്റ്റ് ജുഡീഷ്യറും 74% ആളുകൾ കൺവിക്ഷൻ ആവും. അതുകൊണ്ടാണ് കേരളത്തിൽ 14,400 പേര് കിടക്കുന്നത്. അതിൽ ഈ കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ 3,300 മാത്രമേ ഉള്ളൂ ഇത് ആപ്ലിക്കബിൾ. അപ്പോൾ ജയിലോട്ട് കയറി അവിടെ എല്ലാം കിട്ടും. എന്നാൽ പിന്നെ ഇത്രയും കിട്ടും, നമുക്ക് ജയിലിൽ പോകാം. അത് ന്യായം ശരിയല്ല.